എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ്സാണ്, സൺഡേ ആൻഡ് തേഴ്സ്ഡേ. ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ 4-5 ക്ലാസ്സുകൾ 5 ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. സപ്തസ്വരങ്ങൾ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ സപ്തസ്വരങ്ങൾ 4 കാലങ്ങൾ ആദിതാളം അടിച്ചിട്ട് നമ്മൾ എങ്ങനെ പാടുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 4-5 ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് പാടി അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അത് കേട്ട്, ഈ സപ്തസ്വരങ്ങളാണ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു കാര്യം. അപ്പോൾ അത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യാഴാഴ്ചത്തെ ക്ലാസ് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ്. അപ്പം ഒരാഴ്ച നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നവർ അത് താളമടിച്ച് ആ 4 കാലങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒന്നും ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന തരത്തിലൊന്നും നമ്മൾ സപ്പോർട്ട് പോരാ. കാരണം അങ്ങനെ വന്നാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ മറ്റു പല ജോലികളും പല കാര്യങ്ങളും നമ്മുടെ സ്കൂള്, നമ്മുടെ ക്ലാസ്സുകൾ, പരിപാടികൾ, അതിനിടയ്ക്കുന്നൊരു സമയം കണ്ടെത്തിയാണ് നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ് നല്ലൊരു ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മാക്സിമം കാണുന്നവർ അതൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താലേ നമുക്കത് ക്ലാസ്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് ചെയ്ത് സഹകരിക്കണം. ചില ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ക്ലാസ് കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട്, നമുക്കത് ഗുണകരമാണ്, ക്ലാസ് കുറച്ച് സാറ് മുടങ്ങാതെ ക്ലാസ്സുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നന്നായിട്ട് എൻകറേജ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. വളരെ സന്തോഷം, എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് സപ്തസ്വരങ്ങൾ നമ്മൾ 4 കാലങ്ങൾ പാടി. 1-ാം കാലം ഒരടിക്ക് 1 സ്വരം, 2-ാം കാലം ഒരടിക്ക് 2 സ്വരം, 3-ാം കാലം ഒരടിക്ക് 4 സ്വരം, 4-ാം കാലം ഒരടിക്ക് 8 സ്വരം. ആദിതാളം നമ്മുടെ അടിസ്ഥാന രാഗം, കർണാടക സംഗീതത്തിൻ്റെ ബേസിക് രാഗം മായ മാളവ ഗൗളരാഗം. താളം ആദിതാളം 8 ബീറ്റാണ്, 8 അക്ഷരം. അത് വെച്ചിട്ട് നമ്മൾ 4 കാലങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി. ഇനി നമ്മൾ ഈ പാടുന്ന സ്വരങ്ങൾ നമ്മൾ എങ്ങനെയാണ് സാധകം ചെയ്യുക, നമുക്ക് സാധിച്ചെടുക്കുക. ചിലപ്പോൾ നമുക്ക് ഈ 4 കാലങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിൻ്റെ മറ്റ് രീതിയിൽ പാടാൻ സാധിച്ചോണമെന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമ്മളതിനെ ഒരു ത്രോട്ട് പ്രാക്ടീസ്, നമ്മുടെ ത്രോട്ടിനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനും കുറച്ചുകൂടെ നമ്മുടെ പാടാനുള്ള എബിലിറ്റിയെ കൂട്ടാനും നമ്മൾ ഈ സ്വരങ്ങളെ എങ്ങനെയാണ് സാധകം ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം താളമടിച്ച് 1-ാം കാലം പാടി ഒരടിക്ക് 1 സ്വരം, 2-ാം കാലം ഒരടിക്ക് 2 സ്വരം, 3-ാം കാലം ഒരടിക്ക് 4 സ്വരം, 4-ാം കാലം ഒരടിക്ക് 8 സ്വരം. അങ്ങനെ നമ്മൾ 4 കാലങ്ങൾ സ്വരങ്ങൾ പാടി, മായാമാളവ ഗൗളരാഗത്തിൽ സ്വരങ്ങൾ പാടി. ഇനി ആ സ്വരങ്ങളെ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇപ്പോൾ സംഗീതം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഓരോ ആൾക്കാരും എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മുടെ ത്രോട്ട് പ്രാക്ടീസ്, നമ്മുടെ ത്രോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസ് എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ അകാര, ഇകാര, ഉകാര, യകാര, ഒകാര, മകാര സാധകങ്ങളാണ് നമ്മൾ സാധകം ചെയ്യുക. അപ്പം അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് അകാരവും ഇകാരവും മകാരവും പ്രധാനമായും എല്ലാ ദിവസവും എല്ലാവരും പാടാൻ ശ്രമിക്കണം. അത് താല്പര്യമുള്ളവർ അത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ 1-ാം കാലം തൊട്ട് തുടങ്ങാം. നമ്മൾ 1-ാം കാലം നമ്മൾ എങ്ങനെയാണ് പാടിയത്? സ്വരങ്ങൾ താളം സെയിം ആണ്, താളം അതുപോലെ തന്നെ അടിക്കുക. സ്വരങ്ങൾ പാടുന്നതിന് പകരം നമ്മൾ ആ സ്വരങ്ങളെ അകാരം ആന്ന് പാടുക, ഇകാരം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പാടുക, ഉകാരം എന്ന് പറഞ്ഞാൽ ഊന്ന് പാടുക, യകാരം എന്ന് പറഞ്ഞാൽ എന്ന് പാടുക, ഒകാരം എന്ന് പറഞ്ഞാൽ ഓന്ന് പാടുക, മകാരം എന്ന് പറഞ്ഞാൽ എന്ന് പാടുക. അതാണ് ഈ സാധക ക്രമം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഒരു
3 പ്രാക്ടീസ് പറയാം. അത് നിങ്ങൾ അതുപോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം നമുക്ക് 1-ാം കാലത്തിൽ തുടങ്ങാം. 1-ാം കാലം ഒരടിക്ക് ഒരു സ്വരം. നിങ്ങൾ താളം ആദ്യം അടിച്ച് സ്വരങ്ങൾ ആദ്യം പാടുക. സ്വരങ്ങൾ ഒരു 2, 3, 4 തവണ പാടുക. അതിനുശേഷം അതേപോലെ അതേ താളത്തിൽ തന്നെ അതിൻ്റെ ആ അകാരത്തിലേക്ക് പോവുക. അതിങ്ങനെയാണ് പാടുക. നോക്കിക്കോളൂ. സാ നീ ധ പ മ ഗ രി സ. അകാരം അടുത്തത് ഇത് ഒരു മിനിമം ഒരു 5 പ്രാവശ്യം, ഒരു 5 ടൈംസ് എങ്കിലും അകാരം പാടുക. അതിനുശേഷം അതിനെ ഇകാരമാക്കുക. ഇതും ഒരു 5 ടൈംസ് പാടുക. അതിനുശേഷം പിന്നെ നമ്മൾ പാടുന്നത് എകാരമാണ്. ആ ഓർഡർ ആ, ഈ, ഉ, എ, ഓ, മകാരം. ഓക്കെ. അപ്പൊ ഈ കഴിഞ്ഞാൽ നമ്മൾ ഉകാരമാണ് പാടുന്നത്. അപ്പൊ നിങ്ങൾ അത് ഒന്ന് പാടിക്കൊള്ളുക. ഞാനതിൻ്റെ മകാരം ഒന്ന് പാടാം. 1-ാം കാലം. ഫൈവ് ടൈംസ് പാടുക. അതിനുശേഷം ഉകാരം പാടാം. അതൊരു 5 ടൈംസ് പാടുക. അത് കഴിഞ്ഞാൽ ഏകാരം ഫൈവ് ടൈംസ്. അത് ഞാൻ ഒകാരം ഓ
ഓ ഓ ഓ അതൊരു 5 times പാടുക. അതിനുശേഷമാണ് നമ്മുടെ മൂന്നാമത് പാടിയ മകാരം പാടുക. അപ്പോൾ ഒന്നാം കാലം താളം അടിച്ചിട്ടാണ് പാടുന്നത്. ആ ആ ആ അപ്പം അകാര, ഇകാര, ഉകാര, യകാര, ഒകാര, മകാരം. അപ്പം ഇതെല്ലാം താളമടിച്ച, ഇപ്പം നമ്മളിപ്പോൾ ആകാരം പാടി കാണിച്ച പോലെ ഒന്നാം കാലം ഒരടിക്ക് ഓരോ സ്വരം ആദ്യം നമ്മൾ സ്വരം പാടുക, ഒരു 4-5 തവണ സ്വരം പാടുക. എന്നിട്ട് ആ സ്വരം നമ്മൾ എങ്ങനെ പാടിയോ അതുപോലെ അതേ താളത്തിൽ തന്നെ അകാരം 5 പ്രാവശ്യം, ഇകാരം, അങ്ങനെ എല്ലാം ഓരോന്നും ആ എല്ലാ കാര്യങ്ങളും മിനിമം ഒരു 5 തവണ വീതമെങ്കിലും ആദ്യം ഒന്നാം കാലം പാടുക. അതിനുശേഷം അതിൻ്റെ രണ്ടാം കാലത്തിലേക്ക് പോവുക. രണ്ടാം കാലം എന്ന് പറയാലോ, ഒരടിയിൽ 2 സ്വരം, താളത്തിൻ്റെ ഒരു താളാക്ഷരത്തിൽ 2 സ്വരം പാടുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സരി ഗമ പധ നീസ സനി ധപ മാഗ രീസ. ഇതും ആദ്യം സ്വരം ഒരു 4-5 തവണ രണ്ടാം കാലത്തിൽ സ്വരം പാടുക. പിന്നെ നമ്മുടെ ഒന്നാം കാലം എങ്ങനെ പാടിയോ അതേ ഓർഡറിൽ തന്നെ ഓരോന്നും ഒരു 5 times വെച്ചിട്ട് അകാര, ഇകാര, ഉകാര, യകാര, ഒകാര, മകാരങ്ങൾ പാടുക. അതൊന്ന് പാടാം, നോക്കിക്കോളൂ. സരി ഗമ പധ നീസ സനി ധപ മാഗ രീസ. അതൊരു 5 times പാടുക. അതിനുശേഷം ആ ആ ആ അതൊരു 5 times പാടുക. അതിനുശേഷം ഈ ഈ ഈ
5 ടൈംസ് പാടുക. അതിനുശേഷം ഉകാരം ഫൈവ് ടൈംസ്. അതിനുശേഷം യകാരം ഫൈവ് ടൈംസ്. പിന്നെ ഓ ഓ ഓ പിന്നെ ലാസ്റ്റ് മകാരം അപ്പോൾ ഒന്നും രണ്ടും കാലങ്ങൾ. ഈ ഒന്നാം കാലം ശരിയായിട്ട് വേണം രണ്ടാം കാലത്തിലേക്ക് പോകാൻ. രണ്ടാം കാലം കറക്റ്റായാലേ നമുക്ക് മൂന്നാം കാലത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മൂന്നാം കാലം കൃത്യമാണെങ്കിൽ നമുക്ക് നാലാം കാലത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ത്രോട്ട് എക്സർസൈസ്, സാധകം, നമ്മൾ എങ്ങനെയാണ് ഒരു സംഗീതം പഠിക്കുന്ന ആള് ആദ്യത്തെ അടിസ്ഥാനപരമായി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ സപ്തസ്വരങ്ങൾ പഠിച്ചു, ആദ്യതാളം പഠിച്ചു. അത് ആദ്യതാളം അടിച്ചിട്ട് സപ്തസ്വരങ്ങളെ നമ്മുടെ 4 കാലത്തിൽ 4 സ്പീഡിൽ പാടാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം അത് തറവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ ത്രോട്ട് എക്സർസൈസ്, സാധകം ചെയ്യുക. നമ്മുടെ ത്രോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. അത് നമ്മൾ ഒന്നാം കാലവും രണ്ടാം കാലവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ 1-2 കാലങ്ങൾ കൃത്യമായാൽ മാത്രം മൂന്നാം കാലത്തിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആദ്യത്തെ നമ്മുടെ ബേസ്മെൻ്റ് ആണ്, നമ്മുടെ അടിസ്ഥാനമാണ്. അപ്പോൾ അത് യാതൊരു വിധമായ വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മളത് കൃത്യമായി പാടി ഉറപ്പിച്ച് തന്നെ പോകണം. നമ്മളിനി എത്ര കാലം നിങ്ങൾ സംഗീതം പഠിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചാലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ ഈ പാടുന്ന സപ്തസ്വരങ്ങളും ഈ ആദിതാളവും അതിൻ്റെ ആ കണക്കുമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ താളമടിച്ച്, ശ്രുതിയിട്ട് താളമടിച്ച് 4 കാലങ്ങൾ സ്വരങ്ങൾ പാടുക. അതിനുശേഷം ആദ്യത്തെ 1-2 കാലങ്ങൾ നമ്മൾ ഈ പറഞ്ഞ അകാര, ഇകാര, യകാര, ഉകാര, മകാരങ്ങൾ, സാധകങ്ങൾ ചെയ്യുക. സാധകം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പാടാൻ കിട്ടിക്കോണം എന്നില്ല. അത് നമ്മൾ ഓരോ കാലങ്ങൾ അതിൻ്റെ കൃത്യമായ ആ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ പാടി വരുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നൊക്കെ പാടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ 2 കാലങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ, താല്പര്യമുള്ളവർ നല്ലതുപോലെ അത് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായി ഫോളോ ചെയ്ത് പോവുക. ഈ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കി നമുക്ക്
3ഉം 4ഉം കാലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ, എല്ലാം കൂടെ പറഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.